ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിട്ടുള്ളത്, പച്ചരി. ഈ ഗ്ലാസ്സിൽ ഞാനൊരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ 2 ഗ്ലാസ് വെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെല്ലം ഇട്ടിട്ട് നമുക്കതിൽ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് നന്നായി ഇതൊന്ന് തിളപ്പിച്ച് വെല്ലം നല്ല മെൽട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പിഞ്ച് ഉപ്പ് സോൾട്ടും കൂടി ഇതിൽ ചേർക്കണേ. അപ്പോൾ നോക്ക് വെല്ലം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് ഒരു നൂൽ പരുവം ആ ഒരു മെത്തേഡിലൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ വെല്ലം നന്നായി മെൽട്ടായാൽ മതി. ഇപ്പോൾ വെല്ലം നന്നായി മെൽട്ടായിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ പച്ചരി ഒരു 1.5 ഗ്ലാസും ഒരു 1/2 ഗ്ലാസ് ചെറിയ പരിപ്പില്ലേ, നമ്മുടെ ചെറുപയർ പരിപ്പ് ഉടച്ചത്, അതൊരു ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അതിലൊരു 250 ml അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്ക പൊട്ടിച്ചതും ഒരു 4 ഇട്ടിട്ടുണ്ട്. അതും ഇട്ടിട്ട് ഞാനിവിടെ ഒരു 2 വിസിൽ വിട്ടെടുക്കുന്നുണ്ട്. 2-3 വിസിൽ കേട്ടോ. നന്നായി കുഴയണേ. അപ്പോൾ അത് വെന്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. വെല്ലം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഉടച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈമിൽ തന്നെ മാക്സിമം പറ്റാവുന്നിടത്തോളം നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നോക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പിന്നെ ഇവിടെ ഒരു 250 ml അളവിൽ പശുമ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വെല്ലം അരിച്ച് ഇതിൽ ചേർക്കാം കേട്ടോ. കല്ലോ പൊടികളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്ത വെല്ലം ഫുള്ളായി യൂസ് ചെയ്യണേ, അത് കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരത്തിൻ്റെ ആവശ്യം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1/2 ഗ്ലാസും കൂടി വെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാവേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് തിളയ്ക്കണ വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ തിള വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ ഒരു 1/2 മൂടി തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഇട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനുള്ള താളിപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ച് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാദാം എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായി കുക്കായതിന് ശേഷം മുന്തിരി കറുത്ത് പോവാതെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നോക്ക് നന്നായി കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ നെയ്യോടെ തന്നെ നമുക്കിത് പാച്ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ താളിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ആക്കിക്കോളൂ. താങ്ക്